ഒരു സമരം കണ്ടപ്പോ ഈ പോലീസിന് ഇത്രയും വലിയ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ. ബാരിക്കേഡ് വെച്ചാൽ നിങ്ങളുടെ ബാരിക്കേഡ് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങള് 3000-4000 ആളെ ഇറക്കാൻ 1 മിനിറ്റ് വേണ്ട BJP വിചാരിച്ചാൽ. അതിനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് സമരത്തിനാണ്. ഇതിന് മറുപടി പാലക്കാടിന്റെ SP പറയണം, കേരളത്തിലെ ജനങ്ങളോട്, ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയണം. നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രക്ഷോഭനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കാത്തത്? അതിന്റെ ഉത്തരം കേരളം കാത്തിരിക്കുകയാണ്. പ്രക്ഷോഭിന്റെ ആശാനെ എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? പ്രക്ഷോഭിന്റെ ആശാനെ നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കണം. ഈ നിയമം, നീതി അത് എല്ലാ പെൺകുട്ടികൾക്കും കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് വന്നത്. ഇങ്ങനെ തിരിഞ്ഞു വരാൻ അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ കണ്ടല്ലോ, BJPയുടെ തെരഞ്ഞെടുപ്പ് ദിവസം എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാലക്കാട് ഉണ്ടായിരുന്നത്. വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇത് അമ്മമാരുടെ ധാർമ്മികമായിട്ടുള്ള സമരമാണ്. വിട്ടുവീഴ്ചയില്ലാതെ ക്രിമിനലുകളെ പിടിച്ചില്ലെങ്കിൽ പഴയ പാലക്കാടല്ല ഇത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രക്ഷോഭനെ പിടിക്കാത്ത പോലീസ് എന്തുകൊണ്ടാണ് പ്രക്ഷോഭനെ പിടിക്കാത്തത്? പ്രക്ഷോഭന്റെ ആശാൻ ഷാഫി പറമ്പിലാണെന്നും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ആശാനെ കാണിച്ചു കൊടുത്തു എന്നും പെൺകുട്ടി പറഞ്ഞാൽ ഈ തൊപ്പിയിട്ട് നിൽക്കുന്നവർക്ക് പോലീസിനെ പിടിക്കാൻ അറിയില്ലേ? അത് പിടിക്കണം, അല്ലെങ്കിൽ ഉറപ്പ് കിട്ടണം. ഷാഫി പറമ്പിലെ ചോദ്യം ചെയ്യണം. കാരണം ആശാനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തുവെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ എന്താ പാലക്കാട്ടിലെ പോലീസിന് ബാധ്യതയില്ലേ? അത് അവരന്വേഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും. അപ്പൊ ഒരു സ്ത്രീ തന്റെ മാനത്തിന് വില പറഞ്ഞവനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയിട്ടും അവനെ കസ്റ്റഡിയിലെടുക്കാൻ, അവനെ ചോദ്യം ചെയ്യാൻ ഈ പാലക്കാടിലെ പോലീസ് അധികാരികൾ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിയിൽ തെരഞ്ഞെടുപ്പിൽ